ഭാരതീയ യോഗാശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആദിഗുരുവായ ശ്രീ പരമേശ്വരനാണ്. ജ്ഞാനോദയ സിദ്ധിയിൽ തനിക്ക് ലഭിച്ച യോഗതത്വം ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിക്ക് ഉപദേശിച്ചു. പാർവതി ദേവി തനിക്കു ലഭിച്ച യോഗജ്ഞാനം സപ്തർഷികൾക്കു പകർന്നു നൽകി. സപ്തർഷികൾ ഈ യോഗതത്വങ്ങൾ ലോക നന്മയ്ക്കായി ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഗുരുപരമ്പരയായി ലഭിച്ച മോക്ഷദായകമായ യോഗതത്വങ്ങൾ നിത്യജീവിതത്തിലെ നന്മയ്ക്കായി മഹർഷിമാർ ലോകമെമ്പാടും പ്രചരിപ്പിച്ചു. ചരിത്രാതീത കാലം മുതൽ നിലനിന്നിരുന്ന ഈ അറിവിന്റെ മഹത്വം ഇന്ന് ആധുനിക ലോകം അറിയുന്നു. നിത്യജീവിതത്തിൽ അന്തസത്ത നഷ്ടപ്പെടാതെ യോഗ ഒരു ശീലമാക്കുവാൻ നാം പുതിയ വഴികൾ തേടുകയും കണ്ടെത്തുകയും ചെയ്തു. യോഗ പരിശീലനം അനായാസമാക്കുവാനുള്ള ഒട്ടനവധി ഉപാധികൾ ഇന്ന് നാം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആധുനിക ജീവിത ശൈലി സ്വീകരിച്ച പുത്തൻ തലമുറയ്ക്ക് യോഗ ഒരു ശീലമാക്കുവാൻ ഇത് വഴികാട്ടിയാക്കുന്നു. നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കി അത് പറയുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള ആയോധന കലാക്ഷേത്രത്തിന്റെ ഈ ഉദ്യമത്തിലേക്ക് സ്വാഗതം. നമസ്തേ. യോഗ പരിശീലനം എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് കുറെ ആസനങ്ങൾ പരിശീലിക്കൽ മാത്രമാണ് എന്നൊരു തെറ്റിദ്ധാരണയോ എന്തോ ജനങ്ങളുടെ ഇടയിലുണ്ടെന്ന് തോന്നുന്നു. യോഗ പരിശീലനം എന്നുള്ളത് കുറച്ച് ആസനങ്ങൾ പരിശീലിക്കൽ മാത്രമല്ല, അതതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം മാത്രമാണ്. അതിനുശേഷം ഒരുപാട് വിഷയങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. യോഗ പഠിക്കാൻ യോഗം വേണമെന്ന് പറയും. യോഗയെ അതിൻ്റെ അർത്ഥതലത്തിൽ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാനായിട്ട് യോഗം വേണമെന്ന് പറയുക. അങ്ങനെ യോഗമുള്ള ആളുകൾ മാത്രമാണ് യോഗ പരിശീലിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയും. അവരാണ് യോഗികളായിട്ട് മാറുന്നത്. അത്തരത്തിൽ യോഗികളായിട്ട് മാറാൻ സാധിച്ചില്ലെങ്കിൽ കൂടി മാറിയാൽ നല്ലത്. അത് സാധിച്ചില്ലെങ്കിൽ പോലും അഷ്ടാംഗ നിയമത്തിലെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ ജീവിതത്തിൽ പാലിച്ചാൽ തന്നെ യോഗയുടെ അർത്ഥങ്ങളെ കുറച്ചെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരം ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ. ആ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളിൽ ഏറ്റവും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് യോഗ പരിശീലനം. അപ്പൊ അത്തരത്തിൽ യോഗ പരിശീലനം അത് ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റ് യാതൊന്നും തന്നെ അതിന് തടസ്സമാണ്. യോഗ പരിശീലനത്തിൽ യോഗയിൽ പറയുന്നത് എന്താ? അഷ്ടാംഗ നിയമങ്ങളിൽ പറയുന്ന എല്ലാവരും നന്നാവണം, എല്ലാവരും നല്ല ജീവിതശൈലിയിലൂടെ നല്ലവരായി മാറണം. അതിൽ ഉപയോഗിക്കുന്ന ശാന്തി മന്ത്രങ്ങളാവട്ടെ എല്ലാം പറയുന്നത് എന്താ? ലോകാസമസ്ത സുഖിനോ ഭവന്തു. എനിക്ക് കിട്ടിയിട്ടുള്ള സുഖം ഈ ലോകത്തിന് മുഴുവനും ലഭിക്കട്ടെ എന്നുള്ള ആ പ്രാർത്ഥനയോട് കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. ഇതിന്റെ പോസിറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ രോഗങ്ങളില്ലാതെ വേദനകളില്ലാതെ കിട്ടുന്ന സമ്പാദിച്ചു കൂട്ടുന്നതിൽ നല്ലൊരു അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നല്ലൊരു പങ്കും മരുന്നിന് വേണ്ടി ചെലവാക്കാതെ നമുക്ക് നല്ല ഒരു ആരോഗ്യത്തോടു കൂടിയുള്ള ശാന്തിയോടുകൂടിയുള്ള സമാധാനത്തോടു കൂടിയുള്ള സന്തോഷത്തോടു കൂടിയുള്ള നല്ലൊരു ജീവിതം അത് കെട്ടിപ്പടുത്ത് വളരെ ഉന്നത നിലയിൽ തൻ്റെ കർമ്മമേഖല ഏതു തന്നെയായി അതിലേറ്റവും ഉന്നതിയിലെത്താൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് യോഗ പരിശീലനം.